ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. ചീഫ് സെക്രട്ടറിമാരുടെ മൂന്നാമത് ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്നലെ തുടക്കമായത്. സുഗമമായ ജീവിതം എന്ന പ്രമേയത്തിലൂന്നിയുള്ള സമ്മേളനത്തിന് പ്രധാനമന്ത്രി നാളെയും അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ, ചീഫ് സെക്രട്ടറിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിചരണവും ചികിത്സയും ഉറപ്പാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായാണ് ജെറിയാട്രിക്സ് വിഭാഗം സജ്ജീകരിക്കുന്നത്. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഓസ്റ്റിയോപോറോസിസ് തുടങ്ങിയ അവസ്ഥകളിൽ വയോജനങ്ങൾക്ക് പ്രത്യേക പരിചരണം ഉറപ്പാക്കാൻ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നതോടെ സാധ്യമാകും. കൊല്ലം ജില്ലയിൽ ജനുവരി 4 മുതൽ 8 വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തേവള്ളി സർക്കാർ ബോയ്സ് ഹൈസ്കൂളിൽ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും നാളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനും മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ കെ സ്മാർട്ട് വിന്യസിക്കുന്നത്. ഖത്തറിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യവെ ചാരവൃത്തി ആരോപിച്ച് ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 8 മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർക്ക് അപ്പീൽ കോടതി ശിക്ഷയിൽ ഇളവ് അനുവദിച്ചു. വധശിക്ഷ തടവ് ശിക്ഷയായി കുറച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 8 പേരിൽ ഒരാൾ മലയാളിയാണ്. ഇവർക്ക് വേണ്ട നിയമസഹായങ്ങളും നയതന്ത്ര പിന്തുണയും തുടർന്നും നൽകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ നന്ദിയോട്, പെരിങ്ങമല ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു ഇന്ന് പര്യടനം. ആലപ്പുഴ വള്ളിക്കുന്നം ഗ്രാമപഞ്ചായത്തിലും യാത്ര ഇന്നെത്തി. കണ്ണൂരിൽ ഇരിട്ടി, ശ്രീകണ്ഠപുരം നഗരസഭകളിലും തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിലുമായിരുന്നു ഇന്നത്തെ പര്യടനം. ഇടുക്കിയിലെ കാർഷിക ഗ്രാമമായ വട്ടവടയിലും മൂന്നാറിലും യാത്ര എത്തിച്ചേർന്നു. കോട്ടയം ജില്ലയിൽ പാമ്പാടി, കൂരോപ്പട പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം. ലക്ഷദ്വീപിലും വികസിത് ഭാരത് സങ്കല്പ് യാത്ര പുരോഗമിക്കുന്നു. അയോധ്യയിൽ ജനുവരി 22 നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് CPIM നിലപാടുകൾ ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും സംസ്ഥാനത്തെ ചില നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായാണ് വിവരമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച CPIM കേരളത്തിൽ ദേവസ്വം വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ശ്രീ മുരളീധരൻ ചോദിച്ചു. BJP സംസ്ഥാന നേതൃയോഗം പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി രാധാമോഹൻദാസ് അഗർവാൾ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസം 3 നടക്കുന്ന പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാരിനെതിരായ സമര പരിപാടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനം വിപുലമായ പരിപാടികളോടെ സംസ്ഥാനത്ത് ആഘോഷിച്ചു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP കണ്ണൂർ DCCയിൽ പതാക ഉയർത്തി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. ഇടതുമുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുക എന്നതാണ് CPIയുടെ ലക്ഷ്യമെന്ന് ബിനോയ് വിശ്വം. CPI സംസ്ഥാന സെക്രട്ടറിയായി ഔദ്യോഗികമായി ചുമതലയേറ്റ ശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി മറ്റന്നാൾ രാവിലെ 11 മണി മുതൽ എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പരാതിയിന്മേൽ ഹിയറിംഗ് നടത്തുന്നു. അന്നേ ദിവസം രാവിലെ 10 മുതൽ 11 വരെ പൊതുജനങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. രാവിലെ അന്തരിച്ച തമിഴ്നാട്ടിലെ DMDK നേതാവും ചലച്ചിത്ര നടനുമായ വിജയകാന്തിന്റെ ഭൌതികദേഹം നാളെ വൈകിട്ട് 4:45 ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിക്കും. ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ സെഞ്ചുറിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇന്നിംഗ്സ് വിജയം. ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിംഗ്സിൽ 163 റൺസിന്റെ ലീഡ് നേടി 408 റൺസിന് പുറത്തായിരുന്നു. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 131 റൺസിന് പുറത്താകുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.